നമസ്തേ. കൊല്ലവർഷം 1201 ചിങ്ങമാസം 1 ഉദയാൽപൂർവം 11 നാഴിക 1 വിനാഴിക നേരമുള്ളപ്പോൾ ചിങ്ങ രവി സംക്രമം തുടങ്ങുകയാണ്. അപ്പോൾ ചിങ്ങമാസത്തിലാണ് നമുക്ക് ഈ പഞ്ചാംഗത്തിൻ്റെ വരിക. പഞ്ചാംഗം വരുന്ന മാസമാണ് ചിങ്ങമാസം. പക്ഷെ നമ്മുടെ രാശി ചക്രത്തിൽ നമ്മൾ മേടത്തിലാണ് തുടങ്ങുക. അപ്പം മേടമാസം മുതലാണ് രാശി നമുക്ക് തുടങ്ങുക. ചിങ്ങമാസത്തിൽ പഞ്ചാംഗം വരും. എല്ലാ വീടുകളിലും നമുക്കൊരു പഞ്ചാംഗമൊക്കെ ആവശ്യമാണ്. പഞ്ചാംഗം അനുസരിച്ച് നമ്മൾ ഓരോ തിഥികളും നമുക്ക് കാലഗണനകളും പിന്നെ എന്താ പറയുക, കൃഷിക്ക് അനുയോജ്യമായ ദിവസങ്ങൾ, ഞാറ്റുവേല, അതൊക്കെ നമുക്ക് ഈ പഞ്ചാംഗത്തിൽ നിന്നാണല്ലോ അറിയുന്നത്. അപ്പം അതനുസരിച്ചാണ് നമ്മളിത് പറയുന്നത്. അപ്പം മേടം കൂറുകാർ, അതായത് 1201 ചിങ്ങമാസം 1 മുതൽ മേടക്കൂറുകാരിക്ക് അശ്വതി, ഭരണി, കാർത്തിക, കാലി. അപ്പോൾ ഈ 2 നക്ഷത്രമാണ് ഒരു രാശിയിൽ വരുന്നത്. അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് 7.5 ശനിയുടെ ഒരു കാലഘട്ടമാണ്. 12ലേക്ക് ശനീശ്വരൻ വന്നു. 3ലേക്കാണെങ്കിൽ അവരുടെ വ്യാഴം മറയുകയും ചെയ്തു. അപ്പോൾ മനസ്സ് എപ്പോഴും ആലില പോലെ എന്ന് പറയാം. 3ൽ വ്യാഴം മറഞ്ഞാൽ മനസ്സ് ആലില പോലെ എന്ന് പറയും. എപ്പോഴും എന്തെങ്കിലും അലട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ ആലില പോലെ എന്ന് പറയുന്നത്. പിന്നെ 12ാം ഭാവത്തിൽ ശനി വരുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർമ്മഭാവങ്ങളിലൊക്കെ തടസ്സങ്ങൾ വരിക, പെട്ടെന്ന് നമുക്ക് ജോലിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ വരിക, മാറ്റങ്ങൾ വരിക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളാകെ ടെൻഷനായിപ്പോവും. മേടൻ രാശിയുടെ ഇവിടെ ശിരസ്സാണ്. അപ്പം അപ്പോഴേ നമുക്കൊരു ടെൻഷൻ ഉണ്ട്. പിന്നെ ഈ ഒരു സംഭവം കൂടിയൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ ഇതിലൊക്കെ ആണെങ്കിലും നമുക്കിവിടെ രാഹു 11ൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ രാഹു 11ാം ഭാവത്തിൽ ലാഭസ്ഥാനാണ്. നമ്മളിവിടെ കുറേ ടെൻഷൻ എടുത്തും ഒക്കെ നടക്കുമ്പോഴും നമുക്കിവിടെ രാഹു എന്നുള്ള ഭാവം നമുക്ക് ഇത്തിരി കൂടി നല്ലത് ചെയ്തു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ, ഈ ഒരു വർഷം നമുക്ക് 7 ശനിയാണെന്നറിയാം, 3ൽ വ്യാഴം മറഞ്ഞു നിൽക്കുകയാണെന്നറിയാം. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് വ്യാഴത്തിന് നല്ലപടിയെ പ്രാർത്ഥിക്കാം. പിന്നെ അതേപോലെ 5ാം ഭാവത്തിൽ നമുക്ക് കേതു വന്നു. കുട്ടികളുടെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വിദേശ പഠനത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടെ പോയി സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അതിനൊരു കറക്റ്റാക്കിയിട്ട് ഒരു തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ ഇവിടെ സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധ്യതകളുണ്ട്. അപ്പം അത് വളരെയധികം സൂക്ഷിക്കാം. പിന്നെ ശനീശ്വരനാണ് 12ൽ നിൽക്കുമ്പോൾ ശനി ഇത്തിരി ദോഷത്തെ ചെയ്യുന്നുണ്ട്. അതും മീനൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പം മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കാലി സംബന്ധമായ രോഗങ്ങൾ വരും, നീര് സംബന്ധമായ രോഗങ്ങൾ വരും, ശരീരത്തിൽ നീര് വരിക, പിന്നെ ഈ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ രോഗാവസ്ഥകളും വരുന്നുണ്ട്. അപ്പോൾ ഈ കൂറുകാർ പോയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പറ്റത്തക്ക വഴിപാട് ചെയ്യുക. വീട്ടിൽ ഇപ്പം ഇന്നും നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിൽ വിഷ്ണു സഹസ്രനാമം നന്നായിട്ട് ജപിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഒരേ ടൈമിങ്ങിൽ നമ്മൾ കറക്റ്റായിട്ട് ജപിക്കണം. അത് ഇപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ, എന്നാലാണ് അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇന്ന് ചെയ്തു നാളെ ചെയ്യാതിരിക്കുക, അങ്ങനെ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഗുണാനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ 12ലാണ് നമുക്ക് ശനി ആയതുകൊണ്ട് ശിവൻ്റെ അമ്പലത്തിൽ പോവാം, മൃത്യുഞ്ജയം ചെയ്യുക, ഹോമോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയോ ചെയ്യാം. ദുരിതങ്ങളെ അകറ്റുക. മൃത്യുഞ്ജയ ഹോമം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? അത് ദുരിതങ്ങളെ മാറ്റാനാണ് നമ്മൾ ചെയ്യുന്നത്. അത് പോവാ മാസത്തിലൊരിക്കോ ആഴ്ചയിലോ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മൾ ചെയ്യാം. ശിവക്ഷേത്രത്തിൽ പോവുക, പിൻവിളക്ക് മുൻവിളക്ക് ധാര കൊടുക്കുക, കൂവളത്തിൻ്റെ മാല അർച്ചിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഈ തടസ്സങ്ങൾക്ക് ഒരു മാറ്റമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ രാഹു ഉണ്ട് 11ൽ ലാഭസ്ഥാനത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഈ തടസ്സങ്ങളൊക്കെ ഉള്ളതിനെ ഇത് മാറ്റിക്കൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഈ കുട്ടികളുടെ കാര്യമാണെങ്കിലും ബിസിനസ്സുകാർക്കാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാവുക. അവർ പൈസ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചും കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് ഈ കർമ്മസംബന്ധമായിട്ടും പിന്നെ എന്താണ് അവർക്ക് ബാങ്കിങ് മേഖലയിൽ നിന്നൊക്കെ കുറേ തടസ്സങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതയൊക്കെ മാറ്റാനാണ് നമ്മൾ ഈ പറയുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യുക. നല്ലപോലെ പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങളുടെ ഗ്രഹനില പ്രകാരം ഇപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, കാല് ഇവരുടെ ഗ്രഹനില പ്രകാരം ഇപ്പോൾ ഓരോ വയസ്സ് ഉണ്ടാവുമ്പോൾ അതിൻ്റെ ദശാനാഥന്മാർക്ക് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ അനുസരിച്ച് നമുക്കുണ്ടാവും. ഇപ്പോൾ വ്യാഴം ഞാൻ ഇതിൽ 3ലാണെന്ന് പറഞ്ഞാലും
നിങ്ങളുടെ ഗ്രഹനിലയിൽ വ്യാഴം 5-ാം ഭാവത്തിലോ അല്ലെങ്കിൽ 9-ലോ കർക്കിടകത്തിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇവിടെ വ്യാഴത്തിൻ്റെ ചെറിയ ചെറിയ ദോഷങ്ങൾ നമുക്ക് കാണുന്നില്ല. ചെറിയ ദോഷമൊക്കെ ഉണ്ടാവും, പക്ഷെ വലിയതായിട്ടൊരു ദോഷം നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പം അത് വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് നല്ലൊരു ഫലങ്ങൾ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഏഴരശനിയാണ്, നമുക്ക് ഇത്തിരിക്ക് ദോഷങ്ങളുണ്ട്. മനുഷ്യർക്ക് എല്ലാവർക്കും എല്ലാ ടൈമും ഒരുപോലെ ആയിരിക്കില്ല. പലർക്കും പല സമയത്തും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാനും സാമ്പത്തിക സ്ഥിതി ഉയരാനും നമുക്ക് സാധിക്കും. പിന്നെ വല്ലതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗ്രഹനില പ്രകാരം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം കാര്യങ്ങളായിട്ട് നടത്താനായിട്ട്. എടവക്കൂറുകാരെ സംബന്ധിച്ച് കാർത്തികയുടെ 3/4 ഭാഗവും രോഹിണിയും മകേരത്തിൽ അരയും കൂടിയതാണ് എടവക്കൂർ. അപ്പം ഈ കൂറുകാരെ സംബന്ധിച്ച് വ്യാഴൻ 2-ൽ വന്നു, ഏറ്റവും നല്ല ഭാവമാണ്. വ്യാഴൻ 2-ാം ഭാവത്തിൽ വന്നു, ശനീശ്വരനാണെങ്കിൽ 11-ൽ വന്നു. അപ്പോൾ ഈ ഒരു വർഷക്കാലം നമുക്ക് ശനിയുടെ ദോഷത്തിൽ നിന്ന് കുറേയൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വരുന്നത്. പക്ഷെ കർമ്മത്തിലാണ് രാഹു, ശനിയുടെ അതേ ദോഷം ചെയ്യുന്ന ആളാണ് രാഹു. അപ്പോൾ കർമ്മത്തിലൂടെ നമുക്ക് ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്ന നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനമാണ്, അല്ലെങ്കിൽ നമുക്കൊരു ജോലിക്ക് പോകുന്നത് പോയിട്ടുണ്ടായിരുന്നു, പെട്ടെന്നായിരിക്കും രോഗാവസ്ഥകൾ വരിക, ചിലപ്പോൾ അതിനൊരു ഇഴച്ചിൽ വരിക. പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു. അപ്പോൾ ആ രാഹു ആണ് അവിടെ പതുക്കെ പോകുന്നത്. നമ്മൾ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ലാഭം അവിടെ ലഭിക്കണമെങ്കിൽ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. പക്ഷെ അവിടെ കിട്ടും, നിങ്ങൾക്ക് നിങ്ങളുടേതായ ധനം അവിടെ വരുന്നുണ്ട്, നിങ്ങളുടെ സ്റ്റാഫുകളൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങൾക്ക് നല്ലൊരു അനുകൂലമായൊരു സമയമാണ്. അപ്പം നമ്മളും അത്ര ഉഷാറോട് കൂടി നമ്മൾ മുന്നോട്ട് പോകണം. അത് നമ്മുടെ കർമ്മസ്ഥലത്തും നമ്മുടെ സ്റ്റാഫുകളുടെ അടുത്തും നമ്മൾ നല്ല രീതിയിലൊക്കെ പെരുമാറി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം ഏറ്റവും നല്ല സമയമാണ്. പിന്നെ അവരുടെ ദശാകാലങ്ങളൊക്കെ നോക്കണം. കുട്ടികൾക്കാണെങ്കിലും അതെ, അവർ എക്സാമൊക്കെ എഴുതുന്ന നല്ല മാർക്ക് മേടിക്കാൻ പറ്റും, പുറത്തേക്ക് പോവുക, അവിടെ നല്ലൊരു ജോലി, നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഒരു വിവാഹ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മക്കളൊക്കെ ആണെങ്കിലൊക്കെ നന്നായിട്ട് വരുന്നൊരു സമയമാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരു വർഷം ഇടവക്കൂറുകാർക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ മകേരി നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗം മാത്രമാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇത് ഇടവക്കൂറിൽ വിടുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മകേര്യത്തിൻ്റെ പകുതിയും ലാസ്റ്റത്തെ പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ 3/4 ഭാഗവും കൂടി നിൽക്കുന്ന ഒരു രാശിയാണ്. അപ്പോൾ ആ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ നക്ഷത്രങ്ങൾക്കാർക്ക് 10-ലേക്കാണ് ശനീശ്വരൻ. അപ്പോൾ വ്യാഴം നമ്മുടെ ലഗ്നത്തിൽ തന്നെയുണ്ട്, അവരുടെ കൂടെ ജന്മ വ്യാഴം. അപ്പം ജന്മവ്യാഴം എന്ന് പറഞ്ഞാൽ അത്ര ഇങ്ങോട്ട് ശോഭന ഫലങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പം ശനിയാണെങ്കിലോ 10-ൽ പോവുകയും ചെയ്തു. അപ്പോൾ കർമ്മത്തിലാണ് ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ശനീശ്വരൻ കർമ്മത്തിലാണ് നിൽക്കുന്നത്, അതും വ്യാഴക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. പിന്നെ അവിടെ ജലരാശിയാണ്. ഇപ്പോൾ രോഗാവസ്ഥകൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. കാലിന്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവും. അത് മുട്ട്, ഞരമ്പ് അങ്ങനെയുള്ള രോഗങ്ങൾ, നീര് വന്നിട്ടിങ്ങനെ പൊട്ടൽ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു രോഗങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർമ്മ മേഖലയും കൂടിയാണല്ലോ. അപ്പോൾ വിഷ്ണുവിനെ തന്നെ നന്നായിട്ട് ആരാധിക്കുക, ആ സപ്താഹങ്ങളൊക്കെ കേൾക്കാൻ പോവുക, മാക്സിമം നമ്മുടെ വീട്ടിൽ സഹസ്രനാമം ചൊല്ലുക. വിഷ്ണു സഹസ്രനാമം കറക്റ്റായിട്ട് ചെയ്തു പോയി തന്നെ നമുക്ക് നല്ല മാറ്റം വരും. അത് വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുള്ളെങ്കിൽ അത് കറക്റ്റായിട്ട് വ്യാഴാഴ്ച ദിവസം ചൊല്ലുക. അല്ലെങ്കിൽ രാവിലെ എനിക്ക് പറ്റും എന്നുണ്ടെങ്കിൽ എന്നും രാവിലെ കറക്റ്റായിട്ട് ചൊല്ലുക. അപ്പോൾ എന്നും അത് അങ്ങനെ കൃത്യനിഷ്ഠമായിട്ട് പോകുമ്പോൾ ഭഗവാനും നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും. നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ പ്രാർത്ഥനയും പൂജയും ഒക്കെ ഒരു കൃത്യാനുഷ്ഠാനം പോലെ ചെയ്താൽ ഒരു മാറ്റമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഇവിടെ 9-ലേക്ക് നമുക്ക് രാഹു വന്നു. അപ്പോൾ ഈ രാഹു പിന്നെ 3-ലാണെങ്കിൽ കേതുവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ ഉണ്ടാകുന്ന പല പ്രതിസന്ധികളും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടാണ്ട് പോവും. നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ ജയിക്കാതെ വരും. അങ്ങനെയൊക്കെ ഭാഗ്യക്കേടുകളാണ് ഇവിടെ രാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, ഗണപതിക്ക് മുട്ടിറക്കി പ്രാർത്ഥിക്കുക.
ഇതൊക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രവുമായി നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടാവുക. കുടുംബക്ഷേത്രത്തിലെ ദേവതകൾക്ക് പ്രാധാന്യമുണ്ട്. നമുക്ക് നമ്മുടെ കാരണന്മാരായിട്ട് കൊണ്ടുവന്ന് ആരാധിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെയും നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ല ഫലമാണ് നമുക്ക് കിട്ടുന്നത്. കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് ഇവിടെ പുണർദത്തിൻ്റെ കാലും പൂയവും ആയില്യവും അത് കൂടുന്നതാണ് കർക്കിടകം. അപ്പോൾ കർക്കിടകക്കാരെ സംബന്ധിച്ച് വ്യാഴം 12-ൽ മറയുകയാണ് ചെയ്യുന്നത്. 12-ാം ഭാവത്തിൽ വ്യാഴം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഗ്രഹക്കുറവാണ്. മോക്ഷസ്ഥാനാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ പക്ഷെ ഇവിടെ ശനീശ്വരൻ 9-ലാണ്. അപ്പോൾ ഭഗവത് സ്മരണകളാണ് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത്. അപ്പോൾ ഒരു ദിവസത്തിൽ കാലത്ത് 1-2 മണിക്കൂറും വൈകിട്ടും അതേപോലെ തന്നെ സമയമെടുത്ത് നമ്മൾ പ്രാർത്ഥന ചെയ്യുകയാണെങ്കിൽ വളരെ മാറ്റം തന്നെ ഉണ്ടാവും. ഇത് വ്യാഴം 12-ൽ നിൽക്കുമ്പോൾ നമുക്കെപ്പോഴും പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ അതുമല്ല ശനീശ്വരൻ 9-ലാണ്. ശനിക്ക് 9-ാം ഭാവം നല്ലതാണ്. അത് വ്യാഴക്ഷേത്രമാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ശനി ആത്മീയത വളർത്തും. അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോവാം, ഓം നമ ശിവായ നന്നായിട്ട് ജപിക്കുക. അപ്പോൾ വലിയ ക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ അൽത്തറകളൊക്കെ ഉണ്ടാവും. അവിടെ കുറച്ച് നേരം മെഡിറ്റേഷൻ പോലെ ഇരിക്കുക, നന്നായിട്ട് എല്ലാ മനസ്സിനൊക്കെ ഫ്രീ ആക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ കർമ്മത്തെ നോക്കണം. നമ്മുടെ ജീവിതം ഒരു ഗൃഹസ്ഥ ആശ്രമിയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കർമ്മത്തെ നോക്കണം. അപ്പോൾ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് പോലെ തന്നെ നമ്മുടെ കർമ്മത്തിലൂടെ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും പറ്റും. അപ്പം ഇത് ഒരു കൃത്യനിഷ്ഠമായിട്ട് നിങ്ങൾ ചെയ്ത് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹ ഫലം തരുന്നൊരു സമയമാണ് 9-ലെ ശനി. 9-ൽ ഇപ്പോൾ ഗ്രഹനിലയിൽ പോലും 9-ൽ ശനിയുള്ളവർക്ക് ആ 19 കൊല്ലത്തിനുള്ളിൽ നല്ല മാറ്റങ്ങളാണ് തരിക. ഇപ്പം നമുക്കൊരു കൊല്ലം ഇപ്പോൾ 2.5 വർഷമാണ് ശനീശ്വരൻ ഇവിടെ നിൽക്കുക. അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് ഏറ്റവും നല്ല ഫലമാണ്. ക്ഷേത്രവുമായി നന്നായിട്ട് ബന്ധം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഓം നമ ശിവായ നന്നായിട്ട് ജപിക്കണം, സഹസ്രനാമം ചൊല്ലണം, അല്ലെങ്കിൽ അതിൻ്റെ അഷ്ടോത്തരം ചൊല്ലാം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റമാണ് ഇവർക്ക് വരുന്നത്. പിന്നെ 2-ാം ഭാവത്തിൽ കേതു വന്നുണ്ട്. അപ്പം നിധി, കോശം, ധനം, വാക്ക്. അപ്പോൾ വാക്ക് എന്നുള്ളത് ഭയങ്കര ശ്രദ്ധാപൂർവം വേണം ചെയ്യാൻ. 2-ലാണല്ലോ 2-ാം ഭാവത്തിൽ വാക്കുകളിലൂടെയാണ് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ലത് വരുന്നത്. അപ്പോൾ ഈ വാക്ക് വളരെയധികം സൂക്ഷിച്ച് ചെയ്യുക. എന്നുവെച്ചാൽ 2-ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടും കൂടിയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ അതും ഇതും പറഞ്ഞ് കലഹങ്ങളെ ഉണ്ടാവും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ കുട്ടികളുടെ ആയാലും നമ്മളുടെ ആയാലും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള മേഖലകളൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവിടെ കേതുവാണ്, ഖണ്ഡനം ചെയ്യും നമുക്ക്. അതുകൊണ്ട് പിന്നെ അത് സൂര്യൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബാങ്കിങ്ങോ ചിട്ടികളോ ഫിനാൻസ് അങ്ങനെയുള്ള മേഖലയിൽ നിന്നൊക്കെ പണം ഇടപാടുകൾ ഉണ്ടെങ്കിൽ അത് കരുതൽ പൂർവ്വം നമ്മൾ അടച്ചു തീർക്കണം. ഇപ്പോൾ ഖണ്ഡനമുള്ളത് കൊണ്ട് ഈ 1.5 വർഷക്കാലം നമുക്കവിടെ കേതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച്, അപ്പോൾ അഥവാ നമുക്കൊരു പ്രാവശ്യം അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അവരോട് നല്ല ഖേദപൂർവ്വം നമ്മുടെ വാക്കുകളിലൂടെ അവരെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ആണ് നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത്, അതിനാണ് ശിവക്ഷേത്രത്തിൽ പോകുന്നതും നാമം ജപിക്കുന്നതും എല്ലാതും. അപ്പം നാമജപം കൊണ്ട് മാത്രമാണ് ഈ കൂറുകാർക്ക് ഈ പ്രാവശ്യം ഈ ഒരു വർഷം പിടിച്ചു നിൽക്കാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 9-ലെ ശനി നാമജപത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വ്യാഴമാണെങ്കിൽ 12-ലുമാണ്. അപ്പോൾ നമ്മൾ എത്രയധികം നാമം ജപിക്കുന്നോ അല്ലെങ്കിൽ എത്രയധികം സഹസ്രനാമം ചൊല്ലുന്നോ അതിനുള്ള പുരോഗതി നിങ്ങൾക്ക് ഈ ഒരു വർഷം കിട്ടും. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2-ാം ഭാവത്തിൽ കേതു വരുമ്പോഴേ നാമജപം കൂടുമ്പോൾ നമ്മുടെ സംസാരം കുറയൂടെ. അതാണ് നമ്മുടെ പുരോഗതി. നമ്മൾ സംസാരിച്ച് അനിഷ്ട സ്ഥിതികൾ ഉണ്ടാക്കുന്നേക്കാൾ കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മകവും പൂരവും ഉത്രത്തിൻ്റെ കാലും കൂടിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് അഷ്ടമത്തിലേക്ക് ശനീശ്വരൻ വരികയും പക്ഷെ 11-ൽ ഇവർക്ക് വ്യാഴമുണ്ട്. അപ്പോൾ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇത്തിരി കൂടി ഉയർന്ന സ്ഥിതിയിലേക്ക് പോകും. പക്ഷെ ഇവിടെ രോഗാവസ്ഥകൾ വരുന്നുണ്ട്, അത് വളരെയധികം സൂക്ഷിക്കണം. പിന്നെ ധനപരമായിട്ട് 2-ാം ഭാവം ത്തേക്ക് ശനിയുടെ ദൃഷ്ടിയുള്ളത് കൊണ്ട് കയ്യിൽ കാശ് നിൽക്കാത്തൊരവസ്ഥ വരും. ചിലർ പറയും ഇഷ്ടം പോലെ ധനം വരുന്നുണ്ട് പക്ഷെ ഒന്നും നിലനിൽക്കുന്നില്ല, അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കത് എങ്ങടെ പോകണമെന്ന് നമുക്കറിയുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പം അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും
നമ്മൾ എന്താ ചെയ്യുക, ധന്വന്തരി ഈ രോഗാവസ്ഥ പോകാനായിട്ട് ധന്വന്തരി ക്ഷേത്രവുമായി ബന്ധങ്ങൾ ഉണ്ടാവുക. അവിടെ ഈ മുക്കിടി നിവേദ്യം നമുക്ക് കിട്ടും, അത് വാങ്ങിക്കഴിക്കുക. പിന്നെ അതുമല്ല, 2ാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയാണ്. നമുക്ക് വാക്കുകൾ വളരെ സൂക്ഷിക്കണം, ധനത്തെ സൂക്ഷിക്കണം, നമ്മളുടെ കൂടെ കർമ്മത്തിലിരിക്കുന്ന സ്റ്റാഫുകളെ അവരെ സൂക്ഷിക്കണം, അവരോട് നമ്മൾ പറയുന്ന വാക്കുകളും സൂക്ഷിക്കണം, അവരെയും സൂക്ഷിക്കണം. അപ്പം അങ്ങനെ നമുക്ക് മുന്നോട്ട് പോവന്നെ വേണം. അപ്പോൾ ഈ ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ 7 നിവർത്തിക്കാനുള്ള രാഹുവാണ് 7. അവിടെയും നമുക്ക് ദോഷമാണ്. ഒരു കാര്യം പോവാൻ ചെന്നാൽ നടക്കില്ല. അഷ്ടമത്തിലാണെങ്കിൽ ശനി ബന്ധനാവസ്ഥയാണ്. ഇങ്ങനെ എന്തിനും ബ്ലോക്ക് വരുത്തുക. പിന്നെ ഇവിടെയാണെങ്കിൽ സൂര്യൻ്റെ ക്ഷേത്രമാണ്, അവിടെ കേതു ബന്ധമാണ്. നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ വരിക. അപ്പോൾ ഇത് വരുമ്പോൾ ഇവിടെ ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. പിന്നെ നമ്മൾ കർമ്മം നന്നാവാനായിട്ട് ദേവീ ക്ഷേത്രത്തിൽ പോവുക, അതും ഭദ്രകാളി സ്വരൂപിണിയായ ദേവീ ക്ഷേത്രത്തിൽ പോവുക. ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. അതാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല വഴി, ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന. ഇതാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നമുക്ക് ചെയ്യേണ്ടത്. കുട്ടികളാണെങ്കിലും വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ വീട്ടുകാരോട് പറയാതെ ഒന്നിനെക്കുറിച്ചും ചർച്ചയ്ക്ക് പോവാതെ ഇരിക്കുക. സാമ്പത്തികമായ ഇടപാടുകൾ ചെയ്യുമ്പോൾ അച്ഛനോ അമ്മയോ ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. പിന്നെ വിവാഹാദി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ലഗ്നത്തിൽ കേതുവാണ്, പക്ഷെ അത് വിവാഹ തടസ്സത്തിനൊന്നും ദോഷമില്ല. അത് നിങ്ങളുടെ ഗ്രഹനില പ്രകാരം നിങ്ങൾക്കൊരു ശുക്രൻ്റെ ദശാകാലോ അല്ലെങ്കിൽ രാഹുല് ശുക്രൻ്റെ അപഹാരകാലോ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഗ്രഹനില നോക്കി നിങ്ങൾ എന്താണെന്ന് അതുപോലെ വൃത്തിയായിട്ട് ചെയ്യാം. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലതാണ്. ഇതൊക്കെ നമ്മൾ ഒരു കോമൺ ആയിട്ട് പറയുന്ന, അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് ഗോചരം പറയുന്നതാണ്. പിന്നെ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഗ്രഹനില കൊണ്ടുപോവുക. നിങ്ങളുടെ ഏജിനനുസരിച്ച് ദശാകാലങ്ങൾ മാറും. അപ്പോൾ അതനുസരിച്ചായിരിക്കും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇവിടെ ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ അരയും ഇതാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് കണ്ടകശനിയാണ്. 7 ശനി നിൽക്കുന്ന കാലം, 4 ശനി നിൽക്കുന്ന കാലമൊക്കെ കണ്ടകനാണ്. അപ്പോൾ കണ്ടകശനിയാണെങ്കിൽ അവർക്ക് 10 നമുക്ക് ഇവിടെ വ്യാഴം വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ 10 വ്യാഴത്തിൻ്റെ ഒരു ഗുണം കൊണ്ടും, പിന്നെ ശനി 7 നിന്നാലും പേടിക്കേണ്ടതില്ല. അത് വ്യാഴക്ഷേത്രത്തിലാണ്, കർമ്മത്തിലാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. കർമ്മഭാവം ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോവുക. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ഇപ്പോഴും പറയുന്ന ഭാവമാണത്. എന്താ വെച്ചാൽ കർമ്മത്തിൽ നമ്മളെ ഒരു മടിയില്ലാതെ, നമുക്ക് അലസത ധാരാളം ഉണ്ടാക്കുകയും, അപ്പോൾ ആ അലസതയും മടിയൊക്കെ മാറ്റി നമ്മൾ മുന്നോട്ട് ഓടണം. അപ്പം മാത്രമാണ് നമുക്ക് അവിടെ പിടിച്ചു നിർത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തടസ്സങ്ങൾ തന്നെ ധാരാളം വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഇവിടെ ഒരു ഏഴരശനി കണ്ടകശനിയുടെ കാലഘട്ടത്തിൽ നമുക്കൊരു സ്ഥലം മേടിക്കാം, വീട് പണിയാം, അഡ്വാൻസ് ചെയ്യാം, അതൊക്കെ നമുക്ക് നടക്കും. പക്ഷെ വർക്കിൻ്റെ ഭാവത്തിൽ നമുക്ക് കുറയ്ക്കണം, നമ്മുടെ അഹങ്കാരത്തെ കുറയ്ക്കണം. അതൊക്കെ ശനിക്ക് ഭയങ്കര ദോഷത്തെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോകണം, അവിടെ പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം. വ്യാഴക്ഷേത്രത്തിൽ പോകണം, അവിടെ സഹസ്രനാമോ അല്ലെങ്കിൽ ഭഗവാൻ ഇങ്ങനെ പായസം, നെയ്യ്, വിഷ്ണുവിന് എപ്പോഴും നെയ്യാണ് നമ്മൾ സമർപ്പിക്കുക, പറ്റത്തക്ക വഴിപാട്. പിന്നെ അത്ര ദുരിതങ്ങളായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരു മഞ്ഞപ്പട്ട് മേടിക്കുക, അതിലൊരു കാമധേനുവിൻ്റെ ഒരു പ്രതിമ കിട്ടും ചെറുത്, വെള്ളിയുടെ മേടിക്കുക, അതിലൊരു പിടിപ്പണം വെച്ച് 7 പ്രാവശ്യം നമ്മളെ ചുറ്റി ആ മഞ്ഞപ്പട്ടിൽ വെച്ച് അത് സമർപ്പിക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേ ദുരിതങ്ങൾ നമുക്ക് മാറിക്കിട്ടും. പിന്നെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ശൈലിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ ഒരു അനുഷ്ഠാനം പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറ്റാണ്. അപ്പോൾ വീട്ടിലാണെങ്കിലും വിളക്ക് വെച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. വീട്ടിലെല്ലാവരും ഒരുമയോട് കൂടിയിരുന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഭാവത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് ഈ വർഷം സാധിക്കുന്നതാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ചിത്തിരയുടെ അരഭാഗവും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും കൂടിയതാണ്. അപ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് ഏറ്റവും നല്ല സമയമാണ്. വ്യാഴം 9-ലാണ്, ശനി 6-ലാണ്. ശനി 6-ലെ എല്ലാ ശത്രുക്കളെയും മാറ്റാൻ, ഹനിക്കാൻ കഴിവുള്ള ഒരു സമയമാണ് ശനീശ്വരന്. അപ്പോൾ അവിടെ വ്യാഴവും നല്ലതാണ്. ഇവിടെ കേതുവും ഇവർക്ക് നല്ലതാണ്. കേതു 11-ലാണ്. അപ്പം പാപഗ്രഹങ്ങളാണെങ്കിലും കേതുവിന് നല്ലതാണ്. അപ്പം അത്ര നാള് ഈ തുലാക്കൂറുകാരിൽ ഉള്ള ആൾക്കാർക്ക് ബാങ്കോ അല്ലെങ്കിൽ കോടതിയോ വ്യവഹാരമോ കേസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഏറ്റവും നല്ല സമയമാണിത്.
അപ്പം അതെന്താണെന്ന് മനസ്സിലാക്കി അത് പെട്ടെന്ന് അങ്ങനെ മാറിപ്പോകുന്നല്ല, അതിനോടുകൂടി അനുബന്ധിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. അതിൻ്റെ ബാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഗഡുക്കളായിട്ട് അഴിക്കാനും അത് തീർത്ത് കളയാനും പറ്റുന്ന ഒരു സമയമാണ് തുലാക്കൂറുകാർക്ക്. പിന്നെ വ്യാഴം 9-ലായതുകൊണ്ട് സർവ്വ ഈശ്വര കാരകത്വം അവർക്കുണ്ട്. അപ്പോൾ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ മാത്രമല്ല, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകണം, വേല് വഴിപാട് കൊടുക്കണം, പിന്നെ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യണം. അതൊക്കെ മാസത്തിലൊരിക്കോ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇവിടെ ശനി 6-ലാണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ശത്രുക്കൾക്കൊന്നും ചെയ്യണ്ട, അത് തന്നെ ഹനിച്ചു പൊക്കോളും. അവർ തന്നെ സ്വയം നമ്മളോട് വൈരാഗ്യം വെച്ച് പുലർത്തിയത് എന്തിനാണെന്ന് മനസ്സിലാക്കി അവർ തന്നെ അത് മാറ്റി തിരിച്ചു വരും. നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകും. നമ്മളൊന്നും തിരിച്ചു ചെയ്യേണ്ട ഒരു സമയമല്ലാണ്. അപ്പം അത്ര ഒരു നല്ലൊരു സമയമാണ് നമ്മുടെ തുലാക്കൂറുകാരെ സംബന്ധിച്ച്. അപ്പോൾ അവർ കേതു ഉണ്ട്, നമുക്ക് ബാധ്യതകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റുന്നൊരു സമയമാണ്. വ്യാഴം നമുക്ക് നല്ല അനുഗ്രഹ സ്ഥാനത്ത് നിൽക്കുകയാണ്, ശനീശ്വരനാണെങ്കിലും. പിന്നെ ഇവിടെ ഉള്ളത് രാഹുവാണ് 5-ല്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്കാണെങ്കിലും സ്കിന്നിലെ രോഗങ്ങളെ വരാനായിട്ട് സാധ്യതയുണ്ട്. അത് നന്നായി ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരും. പിന്നെ അതേപോലെ കേതുവിൽ ഈ കേതു ഭാഗ്യസ്ഥാനത്താണ്, ലാഭസ്ഥാനത്താണെങ്കിലും ഉദര സംബന്ധമായ ഭാവത്തിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരാനായിട്ട്, വയറിൽ ഉദരത്തിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാം, അപ്പോൾ എന്ത് പ്രശ്നവും മാറും. ഞാൻ പറഞ്ഞോണം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോവാം. ഇതാണ് ഈ തുലാക്കൂറുകാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ വർഷം. അപ്പോൾ അതൊക്കെ ചെയ്താൽ ഏറ്റവും നല്ല ഫലങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വിശാഖ നക്ഷത്രത്തിൻ്റെ കാലും അനിഴവും തൃക്കേട്ടയും കൂടുന്ന ഒരു ഇതാണ്, രാശിയാണ്. അപ്പം അവരെ സംബന്ധിച്ച് അഷ്ടമത്തിലേക്കാണ് വ്യാഴം മാറി നിൽക്കുന്നത്. അഷ്ടമത്തിലെ വ്യാഴം മാറി നിൽക്കുമ്പോൾ അത് ബുധൻ്റെ ക്ഷേത്രത്തിലാണ്. അപ്പം എങ്ങനെ ശ്രമിച്ചാലും നമുക്ക് ഒരു പുരോഗതി കിട്ടുന്നില്ല എന്നുള്ള തോന്നലുകൾ ധാരാളമുള്ള സമയമായിരിക്കും. അപ്പോൾ ഇവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനി 5-ലുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും ഇരട്ടി ബലം തരും, മനോബലം. നിങ്ങളത് ചെയ്യും, ഇത് ചെയ്യുന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ എങ്ങനെ ശ്രമിച്ചാലും നമുക്കിവിടെ ഇവിടുത്തെ കിട്ടുന്നില്ല. പക്ഷെ അത് കിട്ടും, നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാധ്യതകളെ ഏറ്റിട്ട് കടം മേടിക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ കടത്തിലൂടെ പൈസ ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. കടമല്ലല്ലോ നമ്മുടെ ആവശ്യം. നമ്മുടെ കർമ്മം ഇവിടെ നന്നായിട്ട് നോക്കുക. കർമ്മത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ബാധ്യതകൾ ഇല്ലാതെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഇത് അഷ്ടമത്തിൽ നോക്കുന്നത് കൊണ്ട് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് കിട്ടും. പിന്നീട് അവരായിട്ട് നമുക്ക് വഴക്കിന് ഇടവരുത്താൻ സാധ്യതയാണ്. അതുകൊണ്ട് നമ്മുടെ കർമ്മത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വെറുതെ കിട്ടുന്ന ധനം വെറുതെ അല്ല. പക്ഷെ എങ്ങനെ അവർ തരും, ഇവർ തരും, നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം പറയുമ്പോഴേക്കും അന്ന് ചെണ്ടയിലുണ്ട് നീ എടുത്തോ എന്നൊക്കെ പറയുന്ന ആ സമ്പ്രദായം വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. പിന്നീട് നമുക്കതൊരു ബുദ്ധിമുട്ടാവും. നമ്മുടെ കർമ്മത്തിലൂടെ കിട്ടുന്ന പൈസ മതി നമുക്ക് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവണം. അപ്പം അതിനു വേണ്ടി നിങ്ങൾ വൃശ്ചികക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കുക. കുട്ടികളുടെ കാര്യത്തിലായാലും നമ്മുടെ കാര്യത്തിലായാലും ഒക്കെ ഇതേപോലെ തന്നെ എടുത്തു ചാടി ഒന്നും ചെയ്യാതെ എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാനൊന്ന് വീട്ടിൽ ആലോചിക്കട്ടെ, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയട്ടെ, അമ്മയുടെ അടുത്ത് പറയട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് പോരാനായിട്ട് പറ്റണം. ഇത് എടുത്തു ചാടും നമ്മൾ. അപ്പോൾ ആ എടുത്തുചാട്ടമൊക്കെ ഒന്ന് മാറി നമുക്ക് മുന്നോട്ടുള്ള വഴി ശരിയാക്കി എടുക്കണം. അതാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഇതിൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗമുണ്ട്. അപ്പോൾ ഇത്രയും നക്ഷത്രങ്ങളുള്ളതാണ് ധനുരാശി. ഇവരെ സംബന്ധിച്ച് 7-ാം ഭാവത്തിലാണ് വ്യാഴം. നിവൃത്തി സ്ഥാനത്ത് വ്യാഴം വന്നു, ഏറ്റവും നല്ലതാണ്. പക്ഷെ ഇവിടെ 4-ാം ഭാവത്തിൽ ശനീശ്വരനാണ്. അപ്പോൾ 4-ലെ ശനി വ്യാഴക്ഷേത്രത്തിലായതുകൊണ്ട് നമുക്ക് അത്ര ദുരിതങ്ങളൊന്നുമില്ല. പഴയ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് പുതുക്കി പണിയാനുള്ള യോഗം വരും. പിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ പഴയ വീട് മേടിക്കാം, അഡ്വാൻസ് ചെയ്യാം, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. ഇപ്പോൾ ശനി കണ്ടകനായി നിൽക്കുമ്പോഴും 7-ര ശനിയുടെ കാലഘട്ടത്തിലും ഭൂമിയും വീടൊക്കെ മേടിക്കാനായിട്ട് നമുക്കൊരു യോഗമുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാം. അപ്പോൾ ആ ശ്രദ്ധ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ധനം മുഴുവൻ നമുക്ക് മേടിക്കുന്ന ഒരു ഭൂമിയാവാം, നമുക്ക് മേടിക്കുന്ന ഒരു വീടാവാം, അല്ലെങ്കിൽ നമ്മുടെ വീട് തന്നെ ഒന്ന് പുതുക്കി പണിയലാവാം. അങ്ങനെയൊക്കെ നമുക്ക് നടക്കും. പിന്നെ ഇവിടെ കർമ്മത്തിലൊക്കെ നല്ലൊരു ഭാവമാണ് നിങ്ങൾക്ക് വരുന്നത്. 3-ല് രാഹു ഉണ്ട്. രാഹു നല്ലതാണ്. അപ്പം ഇപ്പം കിട്ടുന്ന ധനപരമായ കാര്യങ്ങൾ,
പിന്നെ നമുക്ക് ബിസിനസ്സിൻ്റെ എന്താ പറയുക മാർക്കറ്റിങ്ങോ പിന്നെ ഈ ഇങ്ങനെ പറയില്ലേ ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ധനലാഭത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ധനം വരുമ്പോൾ നമ്മൾ ഇതുപോലെ വീട് അല്ലെങ്കിൽ പുതിയ ഒരു പറമ്പോ അങ്ങനെയൊക്കെ വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതാണ് കർമ്മത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ധനു രാശിക്കാർക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ്, ഒരു വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്, നല്ലൊരു സമയമാണ്. അപ്പോൾ ധനം കൂടുതൽ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, കുറവ് വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതാണ് നമുക്ക് ഇവിടെ ആവശ്യം. പിന്നെ ഇവിടെ 9ാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോഴേ ഇതൊക്കെ നമുക്ക് വരുമ്പോഴും നമുക്ക് ഒരു ഭാഗ്യാനുഭവങ്ങൾ കുറവ് വരും. ഇതൊക്കെ കിട്ടും, നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു മേഖല കിട്ടുമ്പോൾ അത് നമ്മുടെ കയ്യിൽ കിട്ടാണ്ടിരിക്കും. അപ്പം അതൊക്കെ കിട്ടാനും എല്ലാം കൂടിയിട്ടാണ് നമ്മൾ പറഞ്ഞ വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം, ശിവനെ നന്നായിട്ട് പോവുക, ശാസ്താവിൻ്റെ അമ്പലത്തിൽ വെള്ളിതിരി എത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ദേവീനെ നന്നായിട്ട് ആരാധിക്കുക. ദേവി ഭക്തരൊക്കെ ആണെങ്കിൽ വെച്ചാൽ സഹസ്രനാമമൊക്കെ നന്നായിട്ട് ചൊല്ലുക, വീട്ടിലിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. മകരം രാശിക്കാരും മകരത്തിൽ രാശിക്കൂറിലുള്ള നക്ഷത്രങ്ങളെ ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ അരയും. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് 7ാം ശനിയൊക്കെ കഴിഞ്ഞു 3ലെ ശനി നിൽക്കുന്ന ഒരു ഭാവമാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഭാവമാണ് 3ാം ഭാവത്തിൽ മുടി വെച്ച് വാഴുന്നു. എല്ലാ പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞു നമ്മൾ ഒരു നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സമയം. ഇവിടെ ഈ രാഹു 2ലാണ്. രാഹു നമുക്ക് ധനത്തെ തരുന്നുണ്ട്, ശനീശ്വരൻ്റെ അതേ ഗുണമുള്ളത് കൊണ്ട്. പക്ഷെ എത്ര ഗുണം തന്നാലും വാക്കുകളെ വളരെയധികം അവിടെ ശ്രദ്ധിക്കണം. നമുക്ക് അഹങ്കാരം വരുന്നൊരു സമയമാണ് 2ാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ. അഹങ്കാരം വരും, നമുക്കത് കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷകൾ വരും, എന്നത് തുടങ്ങുമ്പോഴേക്കും നമ്മൾ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയൊക്കെ വരും. അപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ മാറ്റണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. അഷ്ടമത്തിലാണ് കേതു. ഈ അഷ്ടമത്തിൽ കേതു വരുന്നത് ഉദരമാണ്, നമ്മുടെ രാശി സ്വരൂപത്തിൻ്റെ ഉദരമാണ് കേതു. അപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഗർഭാശയമായിട്ടുള്ള മുഴകളോ അങ്ങനെയുള്ള ഭാഗങ്ങൾ, അല്ലെങ്കിൽ യൂറിനിലെ രോഗങ്ങൾ, അങ്ങനെയുള്ള ഉദര സംബന്ധമായ രോഗങ്ങളെയൊക്കെയാണ് നമ്മുടെ ഈ കേതുവിനെ പറയുന്നത്. അപ്പം വളരെ ശ്രദ്ധിച്ച് എന്തെങ്കിലും ഒരു രോഗം വരുമ്പോഴേക്കും നമ്മൾ പെട്ടെന്നൊരു സർജറി ഒന്നും അല്ലാതെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ ഇവിടെ 6ൽ വ്യാഴം മറഞ്ഞുപോയി ഈ മകരക്കൂറുകാർക്ക്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, നല്ലപടി പ്രാർത്ഥിക്കുക. സാമ്പത്തികമൊന്നും നമുക്ക് പ്രശ്നമില്ല, പക്ഷെ വ്യാഴമില്ല. വ്യാഴം എപ്പോഴും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതായത് എന്നും സഹസ്രനാമം ചൊല്ലുക, ഭാഗവത സപ്താഹങ്ങൾ കേൾക്കുക, ഭാരതം വായിക്കുക, മഹാഭാരതം നമ്മുടെ വീട്ടിൽ വായിക്കുക. അത് പിന്നെ സമയത്ത് മാത്രമേ വായിക്കുള്ളൂ എന്നൊന്നുമില്ല. കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുള്ളൂ എന്ന് പറയണ പോലെയല്ല, ഇതെല്ലാതും എല്ലാ ദിവസങ്ങളും നമുക്ക് വായിക്കാം. അപ്പോൾ ഈ വ്യാഴമൊക്കെ മറിഞ്ഞിരിക്കുന്ന രാശികളുള്ള സമയത്തൊക്കെ നമുക്ക് മഹാഭാരതം വായിക്കാം, സപ്താഹം വായിക്കുക, അതൊക്കെ ചെയ്യാം. പിന്നെ അഷ്ടമത്തിൽ കേതു ഉള്ളത് കൊണ്ട് ദേവിയെ നന്നായി ഭജിക്കുക. എന്താ വെച്ചാൽ കേതു ദേവിയുടെ തുല്യമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹമാണ്. കുജവത് കേതു എന്നാ പറയാം. അപ്പോൾ ചൊവ്വയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നിത്യമായിട്ട് നമുക്ക് ആരാധിക്കുക, സഹസ്രനാമം ചൊല്ലുക, അതൊരു നിഷ്ഠയോടുകൂടി ചെയ്യുക. നമ്മുടെ എല്ലാ വീടുകളും, ഹിന്ദു വീടുകളിലും നിലവിളക്ക് വെച്ച് നമ്മുടെ മക്കളെ വിളിച്ച് മഹാലക്ഷ്മിയുടെ അഷ്ടകം ജപിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക. സ്വസ്ത്രങ്ങൾ ജപിക്കാനൊക്കെ അമ്മമാർ ഇവരെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ നമുക്ക് വരും. നമുക്ക് ജീവിതത്തിൽ കുറേ ദുരിതങ്ങൾ ഉണ്ടാവും. നമ്മുടെ രാശി, നമുക്ക് 12 രാശിയാണെങ്കിലും ഓരോ രാശിയിലും ഓരോ ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരും. അത് നമുക്ക് പ്രാർത്ഥനയിലൂടെ തന്നെ അത് മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കും. അതാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച്. അപ്പോൾ ഉള്ളൊരു സമയം നല്ലതാണ്. അതിൽ ഈ രോഗാവസ്ഥ മാത്രമാണ് നമുക്ക് ഇത്തിരി പ്രശ്നം. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടാവും. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണ് ഈ മകരം രാശിക്കാരെ സംബന്ധിച്ച് ചെയ്യേണ്ടത്. കുംഭരാശിയിൽ അവിട്ടത്തിൻ്റെ അരയും പൂരോരുട്ടാതിയും ഉത്രട്ടാതിയുടെ മുക്കാലും കൂടിയതാണ്. അപ്പോൾ ആ രാശിക്കാരെ സംബന്ധിച്ച് ഇവർക്ക് 5ാം ഭാവത്തിൽ വ്യാഴം വന്നു എങ്കിലും 7ാം ശനിയുടെ 3ാം ഘട്ടമാണെന്ന്, 3ാം ഘട്ടത്തിലാണ് നിൽക്കുന്നത്. 2ലാണ് ശനി നിൽക്കുന്നത്.
അപ്പോൾ ഏഴരശനിയാണ്. അപ്പം അത്രയും സമയം നമുക്ക് കുറച്ച് ദുരിതങ്ങളുണ്ടായി, പിന്നെ പ്രതിസന്ധികളെയൊക്കെ നമ്മൾ തരണം ചെയ്തു, പിന്നെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അതിനനുയോജ്യമാണ് ഇവിടെ വ്യാഴം 5-ലുണ്ട്. പക്ഷെ ഈ ലഗ്നാധിപനോട് കൂടി ആ കുംഭൻ രാശിയിൽ തന്നെ രാഹുവാണ്. രാഹു വരുമ്പോൾ എന്താ വെച്ചാൽ എപ്പോഴെപ്പോഴും നമുക്ക് രോഗം ഉണ്ടാവും, വയ്യ എന്നുള്ള തോന്നലുകൾ ഉണ്ടാവും, സ്കിന്നിൽ അലർജി ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഈ രാഹു നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക്. പിന്നെ ഇവിടെ 7-ാം ഭാവത്തിൽ കേതുവാണ്. അപ്പോൾ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രതിസന്ധികൾ ധാരാളം ഉണ്ടാവാം. കുടുംബപരമായിട്ടും കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അത് വളരെ ശ്രദ്ധിച്ച് മുന്നിലേക്ക് പോകേണ്ട ഒരു സമയമാണ്. പിന്നെ 2-ലാണ് ശനി വന്ന് നിൽക്കുന്നത്. കച്ചവടം വല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ചെയ്യുക. ഇപ്പോൾ വിവാഹ ചടങ്ങാണെങ്കിലും അധികമായിട്ട് കടം മേടിച്ച് ആഭരണങ്ങൾ എടുക്കാതിരിക്കുക. മക്കൾക്ക് വിദേശത്തേക്ക് പോകുകയാണെങ്കിലും കടം മേടിച്ചിട്ടല്ല, അത് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ 7-ര ശനിയിലാണ് നിൽക്കുന്നത്. ശനി നമുക്ക് കുറേ പാഠങ്ങൾ തരും. ആ പാഠങ്ങളിലൂടെയാണ് നമ്മൾ പഠിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതാണ് 7-ര ശനിയുടെ ഒരു ഭാവം തന്നെ പറയുന്നത്. 12-ൽ നിൽക്കുമ്പോൾ നമുക്ക് കുറേ ദുരിതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും. ആ ദുരിതങ്ങളെ കഴിഞ്ഞ് നമ്മൾ മുന്നിലേക്ക് പോകണം. അതിനൊക്കെ അനുഭവത്തിലൂടെ നമ്മൾ അതിനെ മറികടന്ന് ചിന്തിക്കാനും, അത് നല്ലതിലേക്കാണ് നമ്മൾ പോകുന്നത്, അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അപ്പോൾ അവിടെ ഒരു മാറ്റം വരും. അപ്പോൾ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ആ 2-ാം ഭാവത്തിലെ ശനീശ്വരനെ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിക്കുക. പിന്നെ കാലിന്മൊക്കെ കുറച്ച് രോഗമൊക്കെ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം നല്ലത് തന്നെയാണ്. ശനീശ്വരൻ നമ്മളെ പഠിപ്പിച്ചും നമുക്ക് എന്തൊരാപത്ത് വന്നോട്ടെ അതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു നന്മയുണ്ട്, അത് ഉറപ്പാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തൊരു പ്രതിസന്ധി ഉണ്ടോ, അത് എന്ത് വന്നാലും അതിൻ്റെ അപ്പുറത്ത് ഒരു നന്മ ദൈവം തന്നിട്ട് തന്നെയാണ് അത് നമുക്ക് അങ്ങോട്ട് കടത്തുക. അപ്പോൾ അത് ആ കുംഭക്കൂറുകാർ അത് വളരെയധികം ശ്രദ്ധിക്കുക. 7-ര ശനിയുടെ 2-ാം ഘട്ടമാണെന്ന് മനസ്സിലാക്കി, 3-ാം ഘട്ടമാണെന്ന് മനസ്സിലാക്കി ശിവൻ്റെ അമ്പലത്തിൽ പോവുക. മുൻവിളക്ക് ധാര, ബില്ലുവാർച്ചന കൊടുക്കുക. ബില്ലുവത്തിൻ്റെ ദളം കിട്ടും, അതുകൊണ്ട് അർച്ചന കൊടുക്കുക. മൃത്യുഞ്ജയം കൊടുക്കുന്നത് നല്ലതാണ്. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ഹോമോ മാസത്തിലൊരിക്കൊക്കെ ചെയ്യുക. ദുരിതങ്ങൾ മാറി പോവും. പിന്നെ കർമ്മത്തെ നോക്കുക. പക്ഷെ എപ്പോഴും 7-ര ശനിയുടെ കാലഘട്ടമോ അല്ലെങ്കിൽ ശനിയുടെ ദശയൊക്കെ ആണെങ്കിൽ ശനി മോശമായ ഒരാളല്ല. ശനി എപ്പോഴും നമുക്ക് നന്മ മാത്രം തരുന്നതാണ്. പക്ഷെ കർമ്മത്തിൽ ശ്രദ്ധിക്കണം. കർമ്മവുമായി ബന്ധപ്പെട്ട് നീതിയോടുകൂടി ന്യായത്തോടുകൂടി നമ്മൾ ചെയ്താൽ നല്ലൊരു മാറ്റം വരും. മീനക്കൂറുകാരെ സംബന്ധിച്ച് ഇതിൽ പൂരോരുട്ടാതിയുടെ കാലും ഉത്രട്ടാതിയും രേവതിയും കൂടിയതാണ് മീനം. അപ്പോൾ ആ മീനത്തിലാണ് നമുക്ക് ഇവിടെ ശനി വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ശനിയെ സംബന്ധിച്ച് 4-ലാണ് വ്യാഴം വന്നത്, 12-ൽ രാഹു വന്നു പോയി, 6-ൽ കേതു ഉണ്ട്. 6-ലെ കേതു നമ്മുടെ ശത്രുക്കൾ എത്രയുണ്ടോ അവരെയൊക്കെ ഹനിക്കാം. എന്നുവെച്ചാൽ നമ്മൾ തന്നെ അറിയാതെ അവരൊക്കെ നമ്മുടെ മിത്രങ്ങളാവുക, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ മേലുള്ള തെറ്റിദ്ധാരണകൾ മാറും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ജന്മശനിയാണ്, നമുക്ക് ജന്മത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോഴും നമുക്ക് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ജന്മശനിയുടെ സമയത്ത്. പിന്നെ നമ്മുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ നമുക്ക് ദേഷ്യത്തിൽ സംസാരിക്കും. നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അതിനൊരു അത് വരും. ഇതൊക്കെ ശനിയാണ്. ഇൻസൾട്ടിങ് ധാരാളം തരും. അത് ശനി ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. നിങ്ങളൊരു ശനിയുടെ കഥ കേട്ടിട്ടുണ്ടാവും. എന്ത് ചെയ്താലും ശനീശ്വരന് ഇൻസൾട്ടിങ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസൾട്ടിങ് ഉണ്ടാവും. പക്ഷെ നമ്മൾ 7-ര ശനിയാണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ അതേപോലെ വ്യാഴത്തിന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. വ്യാഴമാണ് നമുക്ക് ഇത്തിരി അനുകൂലമായിട്ട്, 4-ലാണ് എങ്കിലും ഇത്തിരി അനുകൂല അവസ്ഥയാണ്. പിന്നെ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് ഗ്രഹങ്ങൾക്ക് പൂജ കൊടുക്കുക. അതൊക്കെ ചെയ്താലായിട്ട് ഏറ്റവും നല്ല മാറ്റങ്ങളാണ് നമുക്കിവിടെ വരിക. കുട്ടികളുടെ കാര്യമാണെങ്കിൽ ഒക്കെ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കണം. കുട്ടികളുടെ കാര്യത്തിൽ സാമ്പത്തികമായിട്ട് തിരിമറികളോ ഒക്കെ ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് അടയ്ക്കുന്ന പൈസയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. വീട്ടിൽ മൊത്തം നമ്മൾ ഒരു ജലരാശിയാണ് മീനം. അപ്പോൾ കുറേ പ്രതിസന്ധികളും നീര് പോലെയുള്ള വണ്ണം വരും. ശരീരം ഭയങ്കരമായിട്ട് വീർക്കും. അതൊക്കെ നീരായിരിക്കും. അതൊരു ആയുർവേദമായിട്ടൊരു ചികിത്സയൊക്കെ നടത്തി ഒക്കെ മാറുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷം. നമുക്ക് ഏറ്റവും നന്നായിട്ട് 7-ര ശനിയാണെന്ന് അറിഞ്ഞുകൊണ്ട്, ജന്മത്തിൽ ശനി വന്ന് നിൽക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.